2024 സ്കീം S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് നിങ്ങളുടെ ജാവ എക്സാം അതായത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എക്സാം ഇന്ന് കഴിഞ്ഞു. നവംബർ 2025 നടന്ന എക്സാം ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ആണിത്. എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ട് എയിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the role of JIT, just in time compiler, in JVM? JVM-നകത്ത് JIT-യുടെ യൂസേജ് എന്താണ്? Explain how it improves the performance of Java programs during execution. ജാവ കോഡ് എഴുതുമ്പോൾ അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് JVM. ഈ JVM-നകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പൈലറാണ് JIT കമ്പൈലർ. ഈ JIT-യും JVM-ഉം കൂടെ വരുമ്പോൾ ജാവ പ്രോഗ്രാമിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതാണ് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. JIT-യും JVM-ന്റെയും യൂസേജ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. Okay. Second question, what is the output of this code and the value for n after the execution? ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട് int n equal to 29. അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ബൈനറി 11101 ആണ്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിനകത്ത് n ഡബിൾ ഗ്രേറ്റർ ദാൻ 1. അതുപോലെ നെക്സ്റ്റ് തന്നേക്കുന്നത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ln-നകത്ത് n ട്രിപ്പിൾ ഗ്രേറ്റർ ദാൻ 1. ഷിഫ്റ്റ് ഓപ്പറേഷൻസ് ആണ് രണ്ടും വന്നേക്കുന്നത്. ദെൻ കോംപ്ലിമെന്റ് തേർഡ് വൺ സിസ്റ്റം ഡോട്ട് ഔട്ട് ഓഫ് പ്രിന്റ് ln-നകത്ത് ടിൽഡ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് n-ന്റെ വാല്യൂ കോംപ്ലിമെന്റ് ആണ് വരുന്നത്. ഓക്കെ, ഡബിൾ ഗ്രേറ്റർ ദാൻ, ട്രിപ്പിൾ ഗ്രേറ്റർ ദാൻ, ലെഫ്റ്റ് ഷിഫ്റ്റ് വിത്ത് സീറോ ഫിൽ, അതുപോലെ ലെഫ്റ്റ് ഷിഫ്റ്റ് വിത്ത് സീറോ ഫിൽ, കോംപ്ലിമെന്റ്. ഇതാണ് ഇവിടെ എഴുതേണ്ടത്. Okay. Then third question, what is the output of the program? Justify your answer. Parent class തന്നിട്ടുണ്ട്, ആനിമൽ തന്നിട്ടുണ്ട്, ആനിമലിന്റെ കൺസ്ട്രക്ടർ തന്നിട്ടുണ്ട്, അതിനകത്ത് ആനിമൽ ക്ലാസ്സിനകത്ത് സൗണ്ട് എന്ന മെത്തേഡ് കൂടെ തന്നിട്ടുണ്ട്. ദെൻ ആനിമൽ എക്സ്റ്റെൻഡ് ചെയ്തു, ഡോഗ് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, ഡോഗിനകത്ത് ഡോഗ് കൺസ്ട്രക്ടറിനകത്ത് സൂപ്പർ മെത്തേഡ് വിളിച്ചു, വിച്ച് മീൻസ് സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ അവിടെ ഒരു പ്രിന്റ് മെസ്സേജും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഡോഗ് സൗണ്ട് ഉണ്ടാക്കും, ബാർക്ക് ചെയ്യും അല്ലെ, ആ സൗണ്ടിന് ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്, ഡോഗ് ബാർക്സ് എന്ന് പറയും. ഓക്കെ, അതായത് ഒരു ആനിമൽ എക്സ്റ്റെൻഡ് ചെയ്തു ഡോഗ്. ദെൻ ഇൻഹെറിറ്റൻസ് ഡെമോ എന്നൊരു ക്ലാസ് നെക്സ്റ്റ് പേജിലുണ്ട്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് മെയിനകത്ത് ഡോഗിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ദാറ്റ് ഇസ് സ്മോൾ ഡി ഡോട്ട് സൗണ്ട് വിളിക്കുന്നു. ഡി ഡോട്ട് സൗണ്ട് വിളിക്കുമ്പോൾ ആക്ച്വലി സൗണ്ട് മെയിനിൽ ഉണ്ടായിരുന്നു, ആനിമലിനകത്തും സൗണ്ട് ഉണ്ടായിരുന്നു, താഴെയും സൗണ്ട് വന്നിട്ടുണ്ട്, വിച്ച് മീൻസ് ഇത് ഓവർ റൈഡിങ് ആണ്. ഓക്കെ, ആനിമലിനകത്ത് വരുന്ന സൗണ്ട് ആ മെത്തേഡിന് ഡോഗ് ക്ലാസ്സിനകത്ത് സൗണ്ട് എന്ന മെത്തേഡ് ഓവർ റൈഡ് ചെയ്തു, ആ കോഡ് ഒന്ന് മോഡിഫൈ ചെയ്തു, റീഡിഫൈൻ ചെയ്തു. സോ ഓവർ റൈഡിങ് ആണ്, മെത്തേഡ് ഓവർ റൈഡിങ് അവിടെ നടക്കുന്നത്. മെത്തേഡ് ഓവർ റൈഡിങ്ങിൽ ഡി ഡോട്ട് സൗണ്ട് വിളിക്കുന്ന ടൈമില്ല ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഡി ഡോട്ട് സൗണ്ട് വിളിക്കുമ്പോൾ ഇവിടെ ഡി ഒബ്ജക്റ്റ് ഏതിൻ്റെതാ? ഡോഗ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് സ്മോൾ ഡി. സോ ഡി ഡോട്ട് സൗണ്ട് വിളിക്കുമ്പോൾ ഡോഗ് ക്ലാസിനകത്ത് വരുന്ന സൗണ്ട് ആയിരിക്കും വർക്ക് ആകുന്നത്. ഇതാണ് അറിയേണ്ടത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓവർ റൈഡിങ് കോൺസെപ്റ്റ് യൂഷ്വലി essay ഒക്കെ ചോദിക്കുന്നതാണ്. ഇവിടെ തേർഡ് ക്വസ്റ്റ്യനിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് എഴുതാൻ പറ്റുന്നതാണ്. നമുക്ക് 3 രീതിയിൽ ഓവർ റൈഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഒരു ടൈപ്പ് ആണ് ഈ ക്വസ്റ്റ്യൻ. ദെൻ യൂസേജ് ഓഫ് ഫൈനൽ കീവേഡ് ഇൻ ജാവ. എനിക്ക് തോന്നുന്നു ഞാൻ എക്സാം ടിപ്സിൽ ഇത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനൽ എന്ന കീവേഡിന് 3 യൂസസ് ഉണ്ട് ജാവയിൽ. ഒരു വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കാൻ ഫൈനൽ യൂസ് ചെയ്യാം, ഒരു ക്ലാസ്സിലെ ഇൻഹെറിറ്റൻസ് പ്രിവെന്റ് ചെയ്യാൻ ഫൈനൽ യൂസ് ചെയ്യാം, ഒരു ക്ലാസ്സിൽ ഓവർ റൈഡിംഗ് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് ഫൈനൽ യൂസ് ചെയ്യാം. ഓക്കെ, ടു പ്രിവെന്റ് ഇൻഹെറിറ്റൻസ്, ടു പ്രിവെന്റ് ഓവർ റൈഡിംഗ്, ടു മേക്ക് എ വേരിയബിൾ കോൺസ്റ്റന്റ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ പാക്കേജ് ഇൻ ജാവ? പാക്കേജിന്റെ അഡ്വാൻറ്റേജസും ടൈപ്സും ആണ് ചോദിക്കുന്നത്. പാക്കേജസ് എന്താണെന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും, അതിന്റെ അഡ്വാൻറ്റേജസും ടൈപ്സും എഴുതുക. ദെൻ ഡിഫറൻഷിയേറ്റ് അബ്സ്ട്രാക്ട് ക്ലാസ് ആൻഡ് ഇന്റർഫേസസ്. അബ്സ്ട്രാക്ട് ക്ലാസും ഇന്റർഫേസും പഠിക്കുന്ന സമയത്ത് ഒത്തിരി കുട്ടികൾക്ക് മാറിപ്പോകുന്ന ഒരു സംഗതിയാണ് അബ്സ്ട്രാക്ട് ക്ലാസും ഇന്റർഫേസസും. അബ്സ്ട്രാക്ട് ക്ലാസ് വരുമ്പോൾ അതൊരു ഇൻകംപ്ലീറ്റ് വേർഷൻ ആണ് വരുന്നത്, അത് വർക്ക് ചെയ്യത്തില്ല, അത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഡിറൈവ്ഡ് ക്ലാസ്, അബ്സ്ട്രാക്ട് ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ക്ലാസ്സിലായിരിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ സാധിക്കുന്നത്. ഡിഫറൻഷിയേറ്റ് ഇന്റർഫേസ് ആൻഡ് അബ്സ്ട്രാക്ട് ക്ലാസ്. ഇവരുടെ ഡിഫറൻസ് മിക്ക പേർക്കും എഴുതുമ്പോൾ മാറിപ്പോകുന്ന സംഗതിയാണ് ഇന്റർഫേസ് ആൻഡ് അബ്സ്ട്രാക്ട് ക്ലാസ്. ഈ ക്വസ്റ്റ്യൻ സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻ ആണ്, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൊള്ളാം, എനിക്ക് തോന്നുന്നു ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫ് ആയിട്ട് തോന്നി. 4th ക്വസ്റ്റ്യനും 5th ക്വസ്റ്റ്യനും 6th ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് 7th ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൗ വുഡ് യു ഡിസൈൻ എ യൂസർ രജിസ്ട്രേഷൻ GUI ആപ്ലിക്കേഷൻസ് ദാറ്റ് സേവ്സ് ഡേറ്റ ടു എ ഡാറ്റാബേസ്, പ്രൊവൈഡ് ദ MVC ഡയഗ്രാം, റെപ്രസെന്റ് ദ ഡിസൈൻ. എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് സിംഗിൾ ലൈനിൽ എഴുതുക. അതുപോലെ MVCയുടെ ഡയഗ്രാം മാത്രം 1 മാർക്ക് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സംഗതി എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ടോപ്പിക്സ് എന്താണെന്ന് ഡെപ്തിൽ അറിയാമെങ്കിൽ നമുക്കിത് ആൻസർ എഴുതാൻ സാധിക്കും. ഓക്കെ, ഇവിടെ എങ്ങനെ ഒരു യൂസർ രജിസ്ട്രേഷൻ GUI ആപ്ലിക്കേഷൻ ചെയ്യാന്നുള്ള സ്റ്റെപ്സ് ആയിട്ട് എഴുതി കൊടുക്കുക. ആ സ്റ്റെപ്സിനാണ് 1 മാർക്ക് തരുന്നത്. കൂടാതെ MVC ഡയഗ്രാം വരയ്ക്കുന്നതിന് again 1 മാർക്ക് തരും.
ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ജാവ AWT ആൻസർ. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കുന്നതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്ന ലാസ്റ്റ് essay ക്വസ്റ്റ്യന് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഫൈനൽ ക്വസ്റ്റ്യൻ പാർട്ട് എയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ ജാവ AWT സ്ട്രിംഗ് കമ്പാരിസൺ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഈസി ക്വസ്റ്റ്യൻസ് ആണ്. സോ 7th ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫായിട്ട് തോന്നി. സോ പാർട്ട് എയിൽ 8 ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ 50-50 ആണ്. 4 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, 4 ക്വസ്റ്റ്യൻ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. ആ ടോപ്പിക്കിന് നമുക്കൊരു ഡെപ്തിൽ ആ ടോപ്പിക്സ് അറിയാമെങ്കിൽ അത് കുഴപ്പമില്ല. ഓക്കെ, അതർവൈസ് ഇച്ചിരി ടഫായിട്ട് തോന്നി. ദെൻ പാർട്ട് ബി നോക്കുമ്പോൾ പാർട്ട് ബിയിൽ മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻ നമ്പർ 9A ഉണ്ട്, AB ഉണ്ട് അല്ലെ. എയിൽ ചോദിച്ചിട്ടുള്ളത് ക്രിയേറ്റ് an array of student objects. സ്റ്റുഡൻസിന്റെ ഒബ്ജക്ട്സ് ആക്കുക. S1, S2, S3 അങ്ങനെ കുറച്ച് ഒബ്ജക്ട്സ് ആയിട്ട് ഒരു അറേയിൽ സ്റ്റോർ ചെയ്യണം. ഓരോ സ്റ്റുഡന്റിന്റെയും ആട്രിബ്യൂട്ട്, സ്റ്റുഡന്റ് നെയിം, രജിസ്ട്രേഷൻ നമ്പർ, 3 സബ്ജക്ട്സിന്റെ മാർക്സ് സ്റ്റോർ ചെയ്യണം. ഇതിന്റെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടേഴ്സ് വേണം, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വേണം, പിന്നെ അവരുടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഒരു ഡിസ്പ്ലേ മെത്തേഡ് വേണം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സത്യത്തിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ ക്വസ്റ്റ്യൻ കൺസ്ട്രക്ടേഴ്സ്, ക്ലാസ് കോൺസെപ്റ്റ് കൺസ്ട്രക്ടേഴ്സ് പഠിക്കുന്ന സമയത്ത് ക്ലാസ്സസ് പഠിക്കുന്നു, കൺസ്ട്രക്ടേഴ്സ് പഠിക്കുന്നു, കൺസ്ട്രക്ടേഴ്സിന് ഡിഫറെന്റ് ടൈപ്സ് പഠിച്ചു കഴിയുമ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ക്ലാസ് കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു, കൺസ്ട്രക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 4 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈസി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എഴുതി പഠിക്കുകയും അതുപോലെ കോഡ് ചെയ്ത് നോക്കി പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് 4 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കൂടെ ചോദിച്ചേക്കുന്നത് എക്സ്പ്ലെയിൻ എൻകാപ്സുലേഷൻ ആൻഡ് പോളിമോർഫിസം വിത്ത് എക്സാമ്പിൾസ്. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 9th ക്വസ്റ്റ്യൻ A and B. എനിക്കത് ഈസി ആയിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങൾക്കത് എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ദെൻ 10th ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ അരിത്തമെറ്റിക് ആൻഡ് ബിറ്റ് ബേസ് ഓപ്പറേറ്റേഴ്സ് ഓഫ് ജാവ വിത്ത് സഫിഷ്യന്റ് എക്സാമ്പിൾ. 9th കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നി. 10th B വരുന്നത് what are access specifiers, how access specifiers helps in achieving data hiding in Java. ഡാറ്റ എൻകാപ്സുലേഷൻ അകത്താണ് ആക്സസ് സ്പെസിഫയേഴ്സിന്റെ യൂസേജ് വരുന്നത്. അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? കമ്പാരിറ്റീവ്ലി 9th ഫാർ ബെറ്റർ 10th ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എഴുതാനായിട്ട്. 9th A പ്രോഗ്രാം ആയത് മിക്കവർക്കും കംഫർട്ടബിൾ ആകണമെന്നില്ല. സോ 10th ക്വസ്റ്റ്യൻ ഈസിയാണ്. അരിത്തമെറ്റിക് ബിറ്റ് ബേസ് ഓപ്പറേറ്റേഴ്സും ആക്സസ് സ്പെസിഫയേഴ്സും ഡാറ്റ എൻകാപ്സുലേഷൻ. 6 മാർക്സ് നമുക്ക് അവിടെയും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, മൊഡ്യൂൾ 2 റൈറ്റ് എ ജാവ പ്രോഗ്രാം ടു ഡെമോൺസ്ട്രേറ്റ് ഇൻഹെറിറ്റൻസ് വിത്ത് ദ യൂസ് ഓഫ് കൺസ്ട്രക്ടേഴ്സ്. ഇൻഹെറിറ്റൻസിന്റെ പ്രോഗ്രാം എഴുതണം, കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ 3rd ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആനിമൽ ഡോഗ്, അവിടെ ഇൻഹെറിറ്റൻസും ഉണ്ട് കൺസ്ട്രക്ടറും ഉണ്ട്. ആക്ച്വലി അതേ കോൺസെപ്റ്റ് ഫോളോ ചെയ്ത് പോവുക. ആനിമൽ ഡോഗിന് പകരം നെക്സ്റ്റ് പേജിൽ ഇവിടെ തന്നെ തന്നിട്ടുണ്ട് ബാങ്ക് ആണ് നമുക്ക് സൂപ്പർ ക്ലാസ് ആയിട്ട് വേണം. അതായത് ആനിമലിന് പകരം ബാങ്ക് കൊടുക്കുക. സബ് ക്ലാസ് ആയിട്ട് സബ് ക്ലാസ്സിലെ SB അക്കൗണ്ട് ആണ് ഇവിടെ വരേണ്ടത്. ഒരിടത്ത് കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. സേവിങ്സ് ആണ് അവർ SB അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കറണ്ട് അക്കൗണ്ട്. അപ്പൊ സൂപ്പർ ക്ലാസ് ആയിട്ട് ബാങ്ക് ഉണ്ട്, ആനിമലിന് പകരം ബാങ്ക് എഴുതാം. അവിടെ ഡോഗ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിപ്പോൾ ഡോഗും കാറ്റും ഉണ്ടെന്ന് വിചാരിക്കാം. അതുപോലെ ഇവിടെ SB അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും രണ്ടും സൂപ്പർ ബാങ്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ ബാങ്കിനകത്ത് വരുന്ന ആട്രിബ്യൂട്ട്സ്, ബാങ്ക് നെയിം, ബ്രാഞ്ച്, ദെൻ അവിടെ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ വേണം, ബാങ്ക് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാൻ ഡിസ്പ്ലേ മെത്തേഡ് വരണം. ദെൻ SB അക്കൗണ്ടിനകത്ത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടേഴ്സ്. സോ കൺസ്ട്രക്ടറിനകത്ത് സൂപ്പർ മെത്തേഡ് വിളിക്കണം. 3rd ക്വസ്റ്റ്യനിൽ ഡോഗ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിനകത്ത് സൂപ്പർ മെത്തേഡ് വിളിച്ചിട്ടുണ്ട്. അത് ആ പാറ്റേൺ അങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ മതി. ദെൻ അടുത്തെന്താ വരുന്നത്? മെത്തേഡിനകത്ത് ഡിസ്പ്ലേ SB ഡീറ്റെയിൽസ്. മുകളിൽ ഡിസ്പ്ലേ ബാങ്ക് ഡീറ്റെയിൽസ് ആയിരുന്നു, സബ് ക്ലാസ് ആയപ്പോൾ അത് ഡിസ്പ്ലേ SB ഡീറ്റെയിൽസ് ആണ്. ദെൻ ക്ലാസ് 3 കറണ്ട് അക്കൗണ്ട് ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഫ്രം ബാങ്ക്. അവിടെ അക്കൗണ്ട് ഹോൾഡർ, ബാലൻസ്, 2 ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ, അവിടെ ബാങ്കിന്റെ കൺസ്ട്രക്ടറിനെ വിളിക്കാൻ പറയുന്നുണ്ട്, സൂപ്പർ മെത്തേഡ് വിളിക്കുക. കൂടാതെ ഡിസ്പ്ലേ കറണ്ട് ഡീറ്റെയിൽസ് എന്ന മെത്തേഡ് ഇവിടെ കൊടുക്കുക. അതിന്റെ മെയിൻ മെത്തേഡ് വരുമ്പോൾ 2 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യണം. 3rd ക്വസ്റ്റ്യനിൽ ഡോഗ് സ്പേസ് D കൊടുത്തതുപോലെ ഇവിടെ 2 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യണം. SB അക്കൗണ്ടിന് ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യണം, കറണ്ട് അക്കൗണ്ടിന് അനദർ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ 2 ഒബ്ജക്ട് യൂസ് ചെയ്തിട്ട് ഡോട്ട് അവരുടെ ബാലൻസ് ഡിസ്പ്ലേ ചെയ്യണം. അതായത് ഡിസ്പ്ലേ SB ഡീറ്റെയിൽസ്, അതായത് SB അക്കൗണ്ടിന്റെ ഒബ്ജക്ട് അത് യൂസ് ചെയ്തിട്ട് ഡോട്ട് ഡിസ്പ്ലേ SB ഡീറ്റെയിൽസ് അത് കോൾ ചെയ്യണം. അതുപോലെ കറണ്ട് അക്കൗണ്ട് ഒബ്ജക്ട് ഡോട്ട് ഡിസ്പ്ലേ കറണ്ട് ഡീറ്റെയിൽസ് മെത്തേഡ് അത് കോൾ ചെയ്യണം. ഓക്കെ, സത്യത്തിൽ ആ ഒരു പ്രോഗ്രാം വെച്ചിട്ട് ആ കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. നമ്മൾ ഒരുപാട് ചിന്തിച്ച് ടൈം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. മൊഡ്യൂൾ 2 11th ക്വസ്റ്റ്യൻ 6 മാർക്കാണ്. ഈ ഒരു പ്രോഗ്രാം എഴുതിയാൽ 6 മാർക്കാണ് കിട്ടുന്നത്. 12th ക്വസ്റ്റ്യൻ വരുമ്പോൾ റൈറ്റ് എ ജാവ പ്രോഗ്രാം ടു ഡെമോൺസ്ട്രേറ്റ് റൺ ടൈം പോളിമോർഫിസം യൂസിങ് മെത്തേഡ് ഓവർ റൈഡിങ്. മെത്തേഡ് ഓവർ റൈഡിങ് ആണ് എഴുതേണ്ടത്. റൺ ടൈമിലാണ് മെത്തേഡ് ഓവർ റൈഡിന്റെ യൂസേജ് നമുക്കറിയാം. റൺ ടൈം പോളിമോർഫിസം ആണത്. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്തായിരിക്കും സൂപ്പർ ക്ലാസിന്റെ മെത്തേഡ് ആണോ സബ് ക്ലാസിന്റെ മെത്തേഡ് ആണോ കോൾ ചെയ്തെന്ന് അറിയാൻ സാധിക്കുന്നത്. സോ അതാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രോഗ്രാം എഴുതി
എഴുതുക. അതുപോലെ സൂപ്പർ കീവേഡ് അവിടെ യൂസ് ചെയ്യും. വാട്ട് ഈസ് ദ യൂസ് ഓഫ് സൂപ്പർ കീവേഡ്? അത് ഇവിടെ തന്നെ ഉണ്ട്. ആക്ച്വലി ഈ 12th ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ തന്നെ അതിനകത്ത് സൂപ്പർ കീവേഡ് യൂസേജ് വരുന്നുണ്ട്. സോ ആ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുത്ത് പെട്ടെന്ന് എഴുതാനും സാധിക്കും. എനിക്ക് തോന്നുന്നു മെത്തേഡ് ഓവർ റൈഡിങ് എല്ലാവർക്കും കംഫർട്ടബിൾ ആകണമെന്നില്ല. സോ 11th ക്വസ്റ്റ്യൻ ആയിരിക്കും കമ്പാരിറ്റീവ്ലി കൂടുതൽ കുട്ടികൾ അറ്റൻഡ് ചെയ്യാൻ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഏതാ അറ്റൻഡ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് പറയാം കേട്ടോ, കമന്റ് സെക്ഷനിൽ പറയാം. ദെൻ മൊഡ്യൂൾ 3 നോക്കുമ്പോൾ മൊഡ്യൂൾ 3-ക്കകത്ത് തന്നേക്കുന്നത് റൈറ്റ് ജാവ പ്രോഗ്രാം ടു ക്രിയേറ്റ് എ പാക്കേജ്. ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുക നെയിംഡ് കോളേജ്, പാക്കേജ് സ്പേസ് കോളേജ് ദാറ്റ് കണ്ടെയ്ൻസ് സ്റ്റുഡന്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി നേരത്തെ ഒരു സ്റ്റുഡന്റ് ക്ലാസിന്റെ പ്രോഗ്രാം കണ്ടു, അത് തന്നെ ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. സ്റ്റുഡന്റ് ക്ലാസ്സിൽ ആൻഡ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് നെയിം, റോൾ നമ്പർ, ഗ്രേഡ് കൊടുക്കുക. ഗ്രേഡ് ക്യാരക്ടർ ആണ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബാക്കി രണ്ടും സ്ട്രിങ് ആയിരുന്നു. മുന്നേ കണ്ട ക്വസ്റ്റ്യനിൽ എല്ലാം സ്ട്രിങ്സ് ആയിരുന്നു. ഇവിടെ ഗ്രേഡ് വരുമ്പോൾ ക്യാരക്ടർ ആണ്, അവിടെ മാർക്സ് ആയിരുന്നു റീഡ് ചെയ്യാൻ പറഞ്ഞു. അതിന് ഒരു പാരാമീറ്ററിസ്റ്റ് കൺസ്ട്രക്ടേഴ്സ് വേണം, ഈ ഡീറ്റെയിൽസ് ഒക്കെ റീഡ് ചെയ്യണം. അതുപോലെ ഡിസ്പ്ലേ ഇൻഫർമേഷനിലെ ആ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യണം. ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു കാൽക്കുലേറ്റ് ഗ്രേഡ് പോയിന്റ് മെത്തേഡ് ഉണ്ട്, അവിടെ പറഞ്ഞിട്ടുണ്ട്. A equal to 10, B equal to 8, C equal to 6 and D equal to 4, F equal to 0. ഇതിനനുസരിച്ച് ഗ്രേഡ് പോയിന്റ് അനുസരിച്ചിട്ടാണ് ഈ ഗ്രേഡ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഒരു സ്വിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ക്രിയേറ്റ് മൈ ക്ലാസ് ഇൻ ദ ഡിഫോൾട്ട് പാക്കേജ്. ഡിഫോൾട്ട് പാക്കേജിനകത്ത് മൈ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ കോളേജ് പാക്കേജിന് ഇമ്പോർട്ട് ചെയ്യുക. 2 സ്റ്റുഡന്റ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുക, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, ഗ്രേഡ് പോയിന്റ്സ് ഡിസ്പ്ലേ ചെയ്യുന്നു. അതായത് നമ്മളൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ പാക്കേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡിഫോൾട്ട് പാക്കേജിന്റെ അവിടെ അതിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇയാളെ യൂസ് ചെയ്ത് കാണിക്കും. ഓക്കെ, സോ പാക്കേജ് ക്രിയേറ്റ് ചെയ്യുക, അതിന് പാക്കേജ് സ്പേസ് പാക്കേജിനെയും അതിനകത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അവരുടെ ക്ലാസ് ഡീറ്റെയിൽസ്, അതിന്റെ മെത്തേഡ്സും ആട്രിബ്യൂട്ട്സ് ഫുൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. മുൻപൊക്കെ മിക്കവാറും ക്വസ്റ്റ്യൻസിലെ ഫുൾ ഡീറ്റെയിൽസ് തരില്ല, അപ്പൊ ഡീറ്റെയിൽസ് ആലോചിച്ച് എഴുതാന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതങ്ങനെ എഴുതിയാൽ മതി. ആൻഡ് ഡിഫോൾട്ട് പാക്കേജിന് അവിടെ എത്തുമ്പോൾ മൈ ക്ലാസ് എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇതിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്ത് പോവാം. ഓക്കെ, കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. മൊഡ്യൂൾ 3 ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് ഫീൽ ചെയ്തു. ആൻഡ് 14A ചോദിച്ചേക്കുന്നത് എക്സെപ്ഷൻസ് ആണ്. ചെക്ക്ഡ് ആൻഡ് അൺചെക്ഡ് എക്സെപ്ഷൻസ് ഇൻ ജാവ. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യണ 2 മാർക്സ് ആണ് അത് ചോദിച്ചിരിക്കുന്നത്. അത് ഡയറക്റ്റ്ലി 2 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. കൂടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്സ്, അതിന്റെ ഫോളോയിങ് കീവേഡ്സ്, ട്രൈ, ക്യാച്ച്, ത്രോസ്. ഫൈനലി വേറെ ഒന്നും ചിന്തിക്കേണ്ട, 14ലേക്ക് പോവാ. 13 എഴുതേണ്ട, 14 എഴുതുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. നിങ്ങൾ എഴുതിയത് 14 ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഏതാ ക്വസ്റ്റ്യൻ എഴുതിയത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. കാരണം 13 എഴുതുമ്പോൾ പ്രോഗ്രാം ആണ്, നമുക്ക് ഒരുപാട് ടൈം പോകും. പാക്കേജ് ക്രിയേറ്റ് ചെയ്ത് തന്നെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുക, ഇവിടെ മെത്തേഡ്സ് എഴുതുക, ഇതൊക്കെ എഴുതുമ്പോൾ കുറച്ച് ടൈം പോകും. പക്ഷെ അത്രയും ടൈം വേണ്ട നമുക്ക് 14 എഴുതാനായിട്ട്. സോ 14 ആണ് ഫാർ ബെറ്റർ ഓപ്ഷൻ. ദെൻ മൊഡ്യൂൾ 4. ഈ മൊഡ്യൂൾ 3 വരെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്തായാലും പാസ്സാകാം. 14 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അതുപോലെ 11th ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. essay ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ 10A and B, അതായത് 3 essay 6 into 3 18 മാർക്സ് നിങ്ങൾക്ക് അവിടെ എഴുതാൻ സാധിക്കുന്നതാണ്. പാർട്ട് എയിൽ 8 ക്വസ്റ്റ്യൻസിൽ 4 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിരുന്നു, അതായത് അവിടെ 8 മാർക്സ്. 18 + 8 26. ഈ 26 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഒരു ആവറേജ് ലെവൽ സ്റ്റുഡന്റിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ മൊഡ്യൂൾ 4 നോക്കുമ്പോൾ ഇവിടെ JDBC, ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16ൽ ചോദിച്ചിട്ടുള്ളത് ഒന്ന് JDBCയുടെ കണക്ടിവിറ്റി, അതിന്റെ സ്റ്റെപ്സ് എഴുതുക, അതിന്റെ ഒരു പ്രോഗ്രാം കൂടെ എഴുതുക. സ്റ്റെപ്സ് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. 16B ചോദിച്ചേക്കുന്നത് ഡെലിഗേഷൻ ഇവന്റ് മോഡലാണ്. സോഴ്സ്, ലിസണർ, അവരുടെ കണക്ഷൻസും ഇതാണ്. സ്വിംഗ് ആപ്ലിക്കേഷൻസിലെ ഡെലിഗേഷൻ ഇവന്റ് മോഡലിന്റെ വർക്കിംഗ് ഞാൻ ചോദിച്ചേക്കുന്നത്, അത് 2 മാർക്ക്. അതായത് JDBCയുടെ തിയറി കോൺസെപ്റ്റ് സ്റ്റെപ്സും അതുപോലെ 16B ഇവന്റ് ഹാൻഡ്ലിംഗ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് അവിടെ ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. JDBCയുടെ പ്രോഗ്രാം കൂടെ എഴുതുകയാണെങ്കിൽ 2 മാർക്ക് കൂടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് മെജോറിറ്റി കുട്ടികൾക്കും അറിയില്ലായിരിക്കും. കാരണം നിങ്ങൾ ജാവ പഠിക്കുന്ന സമയത്ത് DBMS എന്താണെന്ന് പോലും നിങ്ങൾ പഠിച്ചിട്ടില്ല. +1 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ അവിടെ നിങ്ങൾ SQL പഠിക്കുന്നുണ്ട്, SQL ക്വറീസ് പഠിക്കുന്നുണ്ട്. ബയോമാക്സ് ആയിരിക്കും കൂടുതൽ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവുക. അവർക്ക് ഈ SQL ക്വറി എന്താണെന്നൊരു ഐഡിയ ഒന്നും ഉണ്ടാവണമെന്നില്ല. സോ 16Aയിൽ 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, 2 മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, എന്തായാലും നമുക്ക് 4 മാർക്സ് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 15A നോക്കുകയാണെങ്കിൽ അവിടെ ജാവ പ്രോഗ്രാം യൂസിങ് സ്വിംഗ് കമ്പോണൻസ്. ലോഗിൻ വിൻഡ് GUI ചെയ്യണം, അവിടെ 2 ലേബൽ വെക്കണം, യൂസർ ID, പാസ്വേഡ്, അതിന് 2 ടെക്സ്റ്റ് ഫീൽഡ് വെക്കണം, സബ്മിറ്റ് ബട്ടൺ വെക്കണം. ഇത് കൂടാതെ ഒരു ലേബൽ എക്സ്ട്രാ പറയുന്നുണ്ട്, അതൊരു ലേബലാണ്. സ്റ്റാറ്റസ് ഇനിഷ്യലി ബ്ലാങ്ക് ആയിട്ട് വെക്കുന്നു. പിന്നെ യൂസർ ക്ലിക്സ് ദ സബ്മിറ്റ് ബട്ടൺ, യൂസർ ID, പാസ്വേഡ് കൊടുത്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇവന്റ് അവിടെ ട്രിഗർ ആകുന്ന സമയത്ത് വെൽക്കം എന്ന ആ ലേബൽ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, മൊഡ്യൂൾ 4ലെ ബെറ്റർ ഓപ്ഷൻ 16 ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളതാണ്. 16A and B നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 4 മാർക്സ് വരെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓവറോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഒരു ആവറേജ് സ്റ്റുഡന്റിന് 30 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഔട്ട് ഓഫ് 40 എക്സാമിൽ 30 മാർക്സ് ഒരു ആവറേജ് സ്റ്റുഡന്റിന്
അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, ഔട്ട് ഓഫ് 40 30 എന്ന് പറയുമ്പോൾ 75% അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ടഫ് ആണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം 75% ഒരു ആവറേജ് സ്റ്റുഡന്റ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരിക്കലും ടഫ് അല്ല. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾ എഴുതിയ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.